അധ്യക്ഷം വഹിക്കുന്ന എനിക്കേറെ പ്രിയങ്കരനും ബഹുമാന്യമായ തിരുമേനി, നമ്മുടെ കേരളത്തിൻ്റെ സമാരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ എനിക്കേറെ പത്രപ്രവർത്തകയായിരുന്ന കാലത്ത് ഏറെ പ്രിയങ്കരിയായിരുന്ന ഇപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയായി കരുതുന്ന വീണ ജോർജ്, മറ്റേ രമേശ് ചെന്നിത്തല, ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്ത ഗ്രാമക്കാരാണ്. ചെന്നിത്തലയും കൽപ്പണിയും. അപ്പം അങ്ങനെയുള്ള എൻ്റെ പഴയകാല സുഹൃത്തു കൂടിയായ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ഈ വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള ആരാധ്യരായ തിരുമേനിമാരും, അതേപോലെ തന്നെ വൈദിക ശ്രേഷ്ഠന്മാരും, സഹോദരി സഹോദരന്മാരും, ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഞാനൊരു ബഹുമതിയായി കരുതുകയാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ച് മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ ആഗോള വ്യാപകമായ ഏറ്റവും വലിയ ആത്മീയ പ്രസ്ഥാനമാണ്. അതിൻ്റെ ചരിത്രത്തിൽ ഒരു ചരിത്ര വിദ്യാർത്ഥിയായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു വലിയ മാറ്റമുണ്ടാക്കിയ ഒരാളിൻ്റെ മെത്രാഭിഷേകത്തിൻ്റെ ബന്ധപ്പെട്ട 100 കൊല്ലം തികയുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. സന്തോഷമുണ്ട്. എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ എൻ്റെ പരിമിതമായ അറിവിൽ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഈ പുനരൈക്യ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ അതിന് പ്രാധാന്യം വേണ്ടത്ര കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ ആളുകൾ പഠിച്ചിട്ടുണ്ടോ എന്ന് സംശയമില്ല. പുനരൈക്യം ആ ആഗോള ഏറ്റവും വലിയ ക്രൈസ്തവ വിഭാഗത്തിന്റെ ഭാഗമായി, വത്തിക്കാന്റെ ഭാഗമായി മാറുമ്പോൾ ഭാരതീയ തനിമ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതുപോലെ അന്ത്യോക്യൻ പാരമ്പര്യം നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അനവരതം പ്രവർത്തിച്ചു വിജയിക്കാൻ സാധിച്ചു. ഇത്രത്തോളം അദ്ദേഹം മുന്നോട്ട് വെച്ച, മാധവാനേശ്വര തിരുമേനി മുന്നോട്ട് വെച്ച, ഒരുപക്ഷെ അദ്ദേഹം MA അച്ഛൻ, അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ തൊട്ടടുത്തുള്ള മാവേലിക്കരയിലെ ഏറ്റവും അന്നത്തെ രാജ പാരമ്പര്യത്തിൽ പണിക്കർ സ്ഥാനം നൽകി ആദരിച്ച ഒരു കുടുംബം. ഒരു ഗീവർഗീസ് അച്ഛൻ എത്ര പ്രതിഭാസമ്പന്നനായിരുന്നത് കൊണ്ടാണ് ഈ സഭ അതിൽ രൂപം കൊണ്ട് അതിന്റെ ഭാഗമായി മാറുമ്പോൾ പുനരൈക്യ പ്രസ്താവന ഉണ്ടാവുന്ന അവസരത്തിൽ തീർച്ചയായും 1 2 കാര്യങ്ങൾ, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല, 2 കാര്യങ്ങൾ ഒഴികെതാണ്ട് ബാക്കി എല്ലാം നേടിയെടുത്ത് ഇവിടുത്തെ തനിമയിൽ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, അതോടൊപ്പം തന്നെ അന്ത്യോക്യ പാരമ്പര്യത്തിന്റെ അടിമേലുകളെ മാനിച്ചുകൊണ്ടുള്ള ഒരു കാര്യം. അതൊന്നും അന്നത്തെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ സാധിക്കുന്ന കാര്യമല്ല. അപ്പൊ അത് സാധിച്ചെടുത്തു എന്ന് പറയുമ്പോൾ ഒരു വിസ്മയമായി ഞാൻ അദ്ദേഹത്തെ കാണുകയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ അതിന് ശേഷമുള്ള പ്രവർത്തനങ്ങളെ പറ്റി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വേദിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ചാവറ അച്ഛന് ശേഷം സമഗ്രതയിൽ വിദ്യാഭ്യാസ രംഗം, അതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ ഈശ്വര സേവയാണ് ആത്മീയ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോയ ക്രിസ്ത്യ വിഭാഗത്തിലെ ദിഷ്ണാശാലികൾ, പ്രതിഭാശാലികൾ, അവരുടെ ചരിത്രം പരിശോധിച്ചാൽ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ, ഞാൻ ആ പേരുകളിലേക്കൊന്നും കിടക്കുന്നില്ല, ഒട്ടേറെ ആളുകളുണ്ട്. ആ പേരുകളെല്ലാം പറഞ്ഞ് ഞാൻ സമയമെടുക്കുന്നില്ല. കേരളത്തിൽ നവോത്ഥാന പ്രക്രിയയിൽ ക്രിസ്ത്യ വിഭാഗത്തിൽ ചാവറ അച്ഛൻ കഴിഞ്ഞാൽ, അല്ലെ അതിന് ഏതാണ്ട് തുല്യമായി നവോത്ഥാന നായകനായി നിന്നു എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ വിലയിരുത്തൽ. അതോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം. സ്ത്രീ ശാക്തീകരണം, ബഹുമാനപ്പെട്ട വനിതാ മന്ത്രിയുണ്ട്.
സ്ത്രീ ശാക്തീകരണം എന്ന ആശയം എന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടി ശക്തമായി ബൈ ആക്ഷൻ ഓൾസോ എല്ലാവർക്കും പറയാൻ സാധിക്കും. പക്ഷെ നടപടികളിലൂടെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഒരു നൂറ്റാണ്ട് മുമ്പ് അന്നത്തെ MAHN പ്രവർത്തിച്ചു, അതിന് ബീജാപാപം ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ദീർഘദർശിത്വം, ക്രാന്തദർശിത്വം എത്ര വലുതാണെന്ന് നമുക്കറിയാൻ സാധിക്കും. മാതൃരാജ്യവും ദേശസേവനവും എനിക്കിപ്പം എഴുതി തന്ന ഇതിലെ ഈ ലീഫ്ലെറ്റിൽ അതാണ് ഒരു മെയിൻ കാര്യമായി. മാതൃരാജ്യ സ്നേഹവും ദേശസ്നേഹവും, അതുപോലെ മറ്റൊരു പോയിന്റായി 4ാമത്തെ ആത്മീയ നവീകരണവും ആശ്രമ ജീവിതവും. അദ്ദേഹത്തിന്റെ ഡ്രസ്സ് പോലും അത് ഞാൻ പറഞ്ഞാൽ പോലും പക്ഷെ വിവാദമാകും, ഞാൻ അതിനെക്കുറിച്ച് കടക്കുന്നില്ല. വിവാദങ്ങളുടെ അപവാദങ്ങളും പെട്ടെന്ന് ശക്തി പ്രാപിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് കൊണ്ട് ഇതിൽ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ കാഷായ വസ്ത്രം ധരിച്ചതിനെ കുറിച്ചോ സസ്യാഹാരം ഒരുപാട് കാര്യങ്ങളുണ്ട്. സസ്യാഹാരം ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്റെ അഭിപ്രായമല്ല, ഞാൻ ഓടിച്ചു നോക്കിയതാണ്. സമൂഹ ഉന്നതിയിലേക്കുള്ള ദർശനം അതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അതെ, ഈ സഭ സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാ രംഗത്തും നമ്പർ 1 ഒന്നാമത്തേതാണ്. അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഞാൻ ആരും രമേശായാലും അല്ലെ അങ്ങനെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുടെ അടുത്തേക്കാണ് ഓടി വരുന്നത്. മാലുവാനേസിനും അല്ലെങ്കിൽ തിരുവല്ല മെഡിക്കൽ കോളേജിലും ഒക്കെ ബന്ധപ്പെട്ട അത്തരത്തിൽ ഒരു മികച്ച മാതൃക, ആ മാതൃകയ്ക്ക് മുമ്പിൽ ഞാൻ നമസ്കരിക്കാനാവുകയാണ്. നവോത്ഥാന പ്രക്രിയയിലേക്ക് തീർച്ചയായും ഔപചാരികമായും അനൗപചാരികമായും നമ്മുടെ കേരളീയ സമൂഹം അദ്ദേഹത്തെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സാഹിത്യത്തിലും വാക്യത്തിലും അദ്ദേഹം മറ്റാരേക്കാൾ മുൻപന്തിയിലായിരുന്നു എന്നുള്ളതും നിഷേധിക്കാനാവാത്ത വസ്തുതയാണ്. ഇമാനുസ് തിരുമേനിയെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം ലിബീസ് ബാബ തിരുമേനിയെ പറ്റി. ഇവിടെ ഇരിക്കുന്ന മുഖ്യമന്ത്രിയായാലും കോൺഗ്രസ് പാർട്ടിയുടെ അധിഷ്ഠിത നേതാവായ രമേശ് ആയാലും മറ്റൊരു പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ട അതിന്റെ പ്രവർത്തന രംഗത്തുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഏതു പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെയും അടുത്ത ബന്ധം കൊണ്ട്, സ്നേഹം കൊണ്ട് കീഴടക്കാൻ ലിബീസ് ബാബയ്ക്ക് കഴിയുന്നുവെന്ന് മാത്രമല്ല, പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹത്തിന്റെ 53 വയസ്സിൽ അദ്ദേഹം തീർച്ചയായും ആദ്യ കർദിനാളായി മലങ്കര സഭയിൽ വന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മീയ പ്രസ്ഥാനത്തിൽ നിന്ന് പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നാമനായി ഞാൻ അദ്ദേഹത്തെ കാണുകയാണ്. ക്രിസ്തോസ്റ്റർ തിരുമേനിയെ സംബന്ധിച്ച്, മാർത്തോമാ സഭയുടെ ക്രിസ്തോസ്റ്റർ തിരുമേനിയെ സംബന്ധിച്ച് ഒരു യൂസേജ് ഉണ്ടായിരുന്നു. ഹൃദയങ്ങളുടെ തമ്പുരാൻ. ആ ഹൃദയങ്ങളുടെ തമ്പുരാൻ അദ്ദേഹത്തിന് ശേഷം ഒരുപക്ഷെ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ശ്രമത്തിന് വേണ്ടിയുള്ള ഓട്ടമോ നെട്ടോട്ടമോ പ്രകടമായിട്ടുള്ള, എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരക്കിൽ പോകേണ്ട ആളാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. സെക്കൻഡ് ക്രൈസ്റ്റ് എന്ന് ക്രിസ്ത്യൻ പറയുന്ന ഫ്രാൻസിസ് അസീസി 13ാം നൂറ്റാണ്ടിലെ 14ാം നൂറ്റാണ്ടിലാണ്. അദ്ദേഹത്തിന്റെ വാക്കുണ്ട്. ടർക്കി രാജാവിനോട് പോലും പോയി അന്നത്തെ തർക്കത്തിനിടയിൽ പോയപ്പോൾ പറഞ്ഞ വാക്ക്, ആ വാക്ക് ഗോഡ് മേക്ക് മീ ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് യുവർ പീസ്. അതിനെ ഉപകരണമെന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കത്തോലിക്ക സഭയിൽ ഞാൻ വായിച്ചിട്ടുള്ളത്. പക്ഷേ ദൈവമേ, നിന്റെ സമാധാനം ഭൂമിയിൽ വരുത്താൻ എന്നെ ഉപയോഗിക്കണമേ എന്ന പ്രാർത്ഥനയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതിന്റെ ഒരു വാസ്തവത്തിൽ അതിന്റെ ഒരു പൂർണ്ണരൂപമായി എനിക്ക് കാണാൻ സാധിച്ച ആളായി ഈ സഭയുടെ ഇപ്പോഴത്തെ പരമാധ്യക്ഷനെ ഞാൻ കാണുകയാണ്. എന്തിനധികം പറയുന്നു, സാധാരണഗതിയിൽ ക്രിസ്ത്യൻ സഭകള് കോളേജുകൾക്ക് പേരിടുമ്പോൾ ഗുരുദേവൻ കോളേജിൽ ആരെങ്കിലും പേരിട്ടു. ബത്തേരിയിലെ കോളേജിന്റെ പേര് ഗുരുദേവൻ കോളേജ് എന്നാണ്. ഒരുപക്ഷെ ടാഗോറിനെ ആയിരിക്കാം ഉദ്ദേശിച്ചത്, അതോ ശ്രീനാഥ് ഗുരുദേവനാണ്, എനിക്കറിയില്ല. അപ്പൊ ഈ തരത്തിൽ വിശാലമായി ചിന്തിക്കുന്നു.
എല്ലാ ക്രിസ്ത്യ സഭകളെയും ഒരു കാര്യം ഒരു മെസ്സേജായി അറിയിച്ച് സംസാരിക്കണമെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എല്ലാ സഭകളിലേക്കും കടന്നു ചെന്നുകൊണ്ട് അവരെ എല്ലാം സംശീകരിച്ച് ഉൾക്കൊള്ളാൻ, അവരുടെ അംഗീകാരം പിടിച്ചു പറ്റാൻ കഴിയുന്ന ഒരാളാണ് ഈ മഹാസഭയുടെ തലവൻ. നമ്മുടെ ഇന്ത്യയില് തലവൻ എന്ന് പറയാൻ കഴിയുന്നത് എനിക്ക് ആഹ്ലാദമുണ്ട്. ഞാൻ നിർത്തുന്നു. സഭയുടെ ചട്ടക്കൂട്ടുകളെ ഒരിക്കലും ലംഘിക്കാതെ, ആ സഭയുടെ ചട്ടക്കൂട്ടിൽ ഒരിക്കലും ഒതുങ്ങി നിൽക്കാതെ പുറം ലോകത്തേക്ക് എത്തി എല്ലാവരുടെയും വിശ്വാസം ആർജിക്കാൻ സാധിക്കുന്ന, തീർച്ചയായും അത് തന്നെയാണ് മാരിമാനസ് മെത്രാപ്പോലീത്തയുടെ ഒരു സവിശേഷതയായി, ഒരു വിദ്യാർത്ഥിയായി ഞാൻ കാണുന്നത്. ഏതാണ്ട് അതേ ശൈലി എനിക്ക് തീർച്ചയായിട്ടും ക്ലീമീസ് ബാബ തിരുമേനിയിൽ നിന്നും കാണാൻ സാധിക്കും. ഈ ഉദ്യമം അത് വൻ വിജയമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ, ആശംസയോടെ എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം എടുക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിജയമായ നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.